ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ആവശ്യമായ ചിക്കൻ നമുക്ക് ഗ്രേവിക്കുള്ള ചിക്കൻ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 സബോള നമുക്ക് ഗ്രേവിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നമുക്ക് പാൻ വയ്ക്കാം, ചൂടാവട്ടെ. നമ്മുടെ ഈ ഗ്രേവിയിൽ അധികം ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെയെല്ലാം പൊടികളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ പാനിൽ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിടാം. അങ്ങനെ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മുടെ ചിക്കൻ ഗ്രേവിക്ക്. അങ്ങനെ അതിട്ട് കൊടുത്തു. അതിനുശേഷം സബോള നമ്മൾ 4 അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സബോളയും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കാം. ഇതൊരു റോസ് ഗോൾഡ് പരുവാവുന്ന വരെ നമുക്ക് ഇളക്കണം ഇതിൻ്റെ കളറ്. എന്നാലാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വഴണ്ട് വന്നോളും. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. അങ്ങനെ സബോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു റോസ് ഗോൾഡൻ കളർ പോലെ ആയത് കണ്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം എല്ലാം പോയതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ പച്ചമണം എല്ലാം പോയി നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വീട്ടിലുണ്ടാക്കിയ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിൽ പച്ചമണം എല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ മസാലകളെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ. കാരണം നമുക്ക് ഇറച്ചിയിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഗ്രേവിയിലേക്ക് നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ആ ഗ്രേവി എല്ലാ ചിക്കനിൽ നല്ലോണം ഒന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കണം. ഇളക്കി എല്ലാം പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മൾ ഗ്രേവി നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇളക്കിയത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവറിനാണ്, നല്ലൊരു മണം ഉണ്ടാവും. അതിന് ശേഷം നമുക്കിത് ഒരു 10-15 മിനിറ്റ് തീ സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം വെള്ളം ഇതിൽ ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ലോണം ഗ്രേവി പരുവാവണം. നമുക്ക് അടുപ്പ് സിമ്മിലിടാം കേട്ടോ. അങ്ങനെ നമ്മൾ 10 മിനിറ്റോളം നമ്മൾ അടച്ച് വേവിച്ചു. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മിനിറ്റും കൂടി വെക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ചും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലും തിക്കായിട്ട് കിട്ടും. ഈ വെള്ളമൊക്കെ ഒന്നും കൂടി നമുക്ക് വറ്റും. നമുക്കപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് ഇറച്ചി ഒന്നും കൂടി വെന്തോട്ടെ.
അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം വറ്റിയ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ഗ്രേവി. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു ബൗളിലേക്ക് എല്ലാം സെർവ് ചെയ്തു. നല്ല അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.